മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ താടി രോമത്തിന് പൊന്നും വിലയുള്ള സെക്രട്ടറിക്ക് ഇരിക്കപ്പൊറുതിയില്ല. വെരുവിനെ പോലെ ഓടി നടക്കുകയാണ്. ഭദ്രാസന ഓഫീസിന് വെളിയിൽ വെച്ച് താടി രോമം പിഴുത് ഇതിന്റെ വില പോലും എത്താനില്ലെന്ന് പരസ്യമായി പറഞ്ഞതിപ്പോൾ പാരയായി. ഭദ്രാസന മെത്രാപ്പൊലിത്തയെ ആക്ഷേപിച്ചതിന് കേട്ടുനിന്ന വിശ്വാസികൾ പോലീസിലും സഭാ നേതൃത്വത്തിനും പരാതി കൊടുത്തിരിക്കുകയാണ്. ഈ പരാതി കൊടുത്തതാണ് സെക്രട്ടറിക്ക് പൊല്ലാപ്പായത്. ഈ പരാതിയിന്മേൽ ശിക്ഷണ നടപടി വരുമെന്നുറപ്പാണ്. അത് തിരിച്ചറിഞ്ഞ സെക്രട്ടറിയും കൂട്ടരും ഇപ്പോൾ തെളിവ് നശിപ്പിക്കാൻ നെട്ടോട്ടം ഓടുകയാണ്. സെക്രട്ടറി ഈ താടിരോമം പറിച്ച് എനിക്ക് മൈ ആണെന്ന് പറഞ്ഞതിന്റെ ഒരു സാക്ഷി അരമന മാനേജറായിട്ടുള്ള വൈദികനാണ്. ഈ വൈദികനെ സെക്രട്ടറിയുടെ ഒരു മൂട് താങ്ങിയായ ഭദ്രാസന കൗൺസിൽ അംഗം മൊബൈലിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. കേസിൽ സാക്ഷി പറഞ്ഞാൽ അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് വധഭീഷണി വരെ നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ജീവനിൽ കൊതിയും പേടിയുമുള്ള ആ അരമന മാനേജർ അച്ഛൻ എനിക്ക് മാനേജർ സ്ഥാനം വേണ്ടേ എന്ന് തലയിൽ കയ്യും വെച്ച് പറഞ്ഞോടി. ഭദ്രാസന മെത്രാപ്പൊലിത്തയ്ക്ക് അരമന മാനേജർ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്തും കൊടുത്തിട്ടാണ് ആ പാവം ജീവനും കൊണ്ടോടിയത്. ഈ വൈദികനെ ഫോൺ ചെയ്ത നമ്പരും ഭീഷണിപ്പെടുത്തിയവരെയും ചേർത്ത് വീണ്ടും ഒരു കേസ് പോലീസിൽ കൊടുത്തു. ഇപ്പോൾ 2 കേസായി. മെത്രാപ്പൊലിത്തയെ ആക്ഷേപിച്ചതിനും ജീവന് ഭീഷണി ഉണ്ടെന്നും പറഞ്ഞ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഭദ്രാസന സെക്രട്ടറിക്കെതിരെ ഒരു കേസ് നേരത്തെ കൊടുത്തിരുന്നു. ഈ സംഭവ സമയത്തോ ഈ സംഭവങ്ങളിലോ ഇടവക മെത്രാപ്പൊലിത്ത ഈ ജില്ലയിൽ പോലും ഇല്ലായിരുന്നു. എങ്കിലും അകാരണമായി അദ്ദേഹത്തെ കൂടി വലിച്ചിഴച്ച് പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു ഗൂഢനീക്കം ഭദ്രാസന സെക്രട്ടറി നടത്തി. പക്ഷെ അത് ചീറ്റിപ്പോയി. അരമന ഓഫീസിൽ ഭദ്രാസന സെക്രട്ടറി അച്ഛന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഹിതകരമല്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് വിശദമാക്കി റിപ്പോർട്ട് ഇടവക മെത്രാപ്പൊലിത്തയ്ക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നേരിട്ടോ ഫോൺ വഴിയോ രേഖാമൂലമോ മറുപടി കൊടുക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയാണ് ഭദ്രാസന സെക്രട്ടറി. ഇപ്പോൾ കേസ് പിൻവലിപ്പിക്കാൻ നെട്ടോട്ടമോടുകയാണ് പാവം സെക്രട്ടറി. വിനാശകാലേ വിപരീത ബുദ്ധി. വല്ല കാര്യവുമുണ്ടോ? താടി രോമവും ഒക്കെ പറിച്ച് വെല്ലുവിളിക്കാൻ. ഇപ്പോൾ ആ നിമിഷത്തെ കുറിച്ച് പഴിക്കുകയാണ് സെക്രട്ടറി. ഓരോ തോന്നലുകൾ വരുന്ന വഴിയേ